അമ്മക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും നാളെ രമേശനും കൂട്ടരും കല്യാണ മണ്ഡപത്തിൽ എത്താൻ പാടില്ല. എന്തായാലും എന്താ, തനിക്ക് സദ്യ ഉണ്ടാ പോരെ? എന്താടേ ഇത്? പേടിച്ചു പോയല്ലോ. പതംകുട്ടി, റോഡിൽ അവന്മാരെ ഞങ്ങൾ തടഞ്ഞു. അവര് കാർ തിരിച്ചു വിട്ടു. പൊക്കാണിപ്പാടം വഴി പോകാനാണ് പ്ലാൻ. ആര്? മതകുട്ടി അവിയലിന് പച്ചമുളകും കരിയപ്പിന്റെ ഇലയും കൂട്ടി അരച്ചോളൂ. ദേ മാധവൻകുട്ടി വാക്കത്തെയും കൊണ്ട് ഓടുന്നു. ഭഗവതി, മതകുട്ടി എന്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരടി നീ മുന്നോട്ട് വെച്ചാൽ നിന്റെ തലയിൽ പാടത്തെ ഉരുളും. മുല്ലേത്ത മാധവൻകുട്ടിയാ പറയുന്നത്. തിരിച്ചു വയ്ക്കോ? വേണ്ട മതകുട്ടി, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾ ലീവാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളുടെ സൂപ്രണ്ടിനെ കണ്ടു, അത് കൊടുത്തു. അല്ല, ഈ പച്ച ആനക്കൊമ്പ് എന്തിനാ? പച്ച ആനക്കൊമ്പ കൊണ്ടുപോയി വെക്കടോ. മാഷേ, മാഷേ, മാധവൻകുട്ടി കൃഷിക്കുട്ടി പാർത്ത് കിടന്ന് അടി കൊടുന്നു. വെട്ടി ചാവൂന്നാ തോന്നണേ. ഇന്റെ അള്ളാ, നീ എങ്ങനെ സമാധാനപ്പെടോ കുട്ടി? അച്ഛനായി പറയണേ, തമ്മിൽ തമ്മിൽ വെട്ടി മാറി നിൽക്ക്. ആരും എന്നെ തുടരുത്. എല്ലാവരും മാറി നിൽക്കാൻ. നിങ്ങൾക്ക് സമാധാനായില്ലേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടി. കുറച്ചു വൈകിയെന്നുള്ളൂ. നേർച്ചയും കാഴ്ചയും വെച്ച് കുറുപ്പ് മാഷക്കുണ്ടായ മക്കളുടെ വെട്ടുകൊണ്ട് കുറുപ്പ് മാഷ് ഈ പാടത്ത് കിടന്ന് ചോര ഒഴുകി മരിച്ചെന്ന് നാളെ ഈ നാട്ടുകാർ പറയട്ടെ. അങ്ങനെ കുറുപ്പ് മാഷിന്റെ മക്കളുടെ മഹാത്മ്യം ഈ നാട്ടുകാർ അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. മാഷേ,
മാഷേ, ദേ നമ്മുടെ മക്കള് കൃഷ്ണൻകുട്ടിയും മാധവൻകുട്ടിയും. ദേ നമ്മുടെ മോള് അമ്മു, സരസ്വതി. ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്ന് പറയാനാവില്ല. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെയൊക്കെ നിങ്ങളുടെ ഭാഗ്യം. മാഷ് ഇനിയും ഇങ്ങനെ തന്നെ ആയാൽ മതിയോ? നമുക്ക് നമ്മുടെ ആ പഴയ കുറുപ്പ് മാഷ തിരിച്ചു കിട്ടണ്ടേ? നിങ്ങളുടെയൊക്കെ യോജിപ്പും സ്നേഹപൂർണമായ പരിചരണവും ഒക്കെ കിട്ടിക്കഴിയുമ്പോ മാഷ് നമ്മുടെ പഴയ മാഷായി തിരിച്ചു വരും.